സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങേറാകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായിക്കണ്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഇതിപ്പോ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട്. ഒരിക്കലും യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ് പല ആളുകളുടെയും ജീവിതത്തിൽ കേട്ടോ, എല്ലാവരുടെയും അല്ല. പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒരു മഹാവില്ലനായിട്ടാണ് പല സമയത്തും യൂട്യൂബ് കടന്നു വരാറുള്ളത്. വേറെ പല രീതിയിൽ എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, റിയാക്ഷൻ ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഔട്ടിംഗ് വ്ളോഗ് ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ അതുപോലെ ടൂറിസം അങ്ങനത്തെ മേഖലയിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാൻ പറയുന്നത്. ഈ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ ജീവിതത്തിൽ പല സമയത്തും യൂട്യൂബ് ഒരു വില്ലനായിട്ട് വരാറുണ്ട്. കാരണം യൂട്യൂബിനകത്ത് അവർ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടന്റിൽ എല്ലാം സന്തോഷമായിട്ടുള്ളതായിക്കൊള്ളുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഡെയിലി ലൈഫാണല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. ഇത് ആളുകൾ പല രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ഇത് അവര് പറഞ്ഞൊരു ചെറിയൊരു വിഷമുള്ളൊരു കാര്യം യൂട്യൂബിലേക്ക് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലായിരിക്കും ഇന്റർപ്രിട്ടേഷൻസ് വരും. സത്യത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, അല്ല അവളാണ് പ്രശ്നക്കാരൻ, അല്ല അമ്മായിയമ്മയാണ് പ്രശ്നക്കാരി. അങ്ങനെ പല രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻസ് ആണ് ആളുകളുടെ ഭാഗത്തു നിന്ന് വരിക. കാരണം അവർക്ക് കംപ്ലീറ്റ് സ്റ്റോറി അറിയില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് കൂടിപ്പോയാൽ ഒരു അരമണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പം ഈ മീൻസ് വ്ളോഗിലൂടെ ഒക്കെ കാണുന്നുണ്ടാവുക. അത് വെച്ചിട്ട് ആളുകൾ പല രീതിയിലായിട്ട് അത് അനലൈസ് ചെയ്യും, പല രീതിയിൽ കുറ്റപ്പെടുത്തും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനിതിൻ്റെ മുന്നേ പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മലപ്പുറം കിച്ചൺ അല്ലെങ്കിൽ ലൈലത്താത്ത എന്ന് പറയുന്നത്. ലൈലത്താത്ത കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് അതെല്ലാം സോൾവ് ചെയ്ത് പിന്നെയും മുന്നോട്ട് പോയി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മലപ്പുറം താത്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിജാബെല്ലാം ഇട്ട് പർദ്ദയൊക്കെ ഇട്ട് ഒരു ഇസ്ലാമിക വേഷത്തിൽ മുന്നോട്ട് വന്ന് വീഡിയോസൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നല്ല മലപ്പുറം ഭാഷയിൽ സംസാരിക്കുന്ന ഈ ഒരു മുസ്ലിം വേഷധാരി ആയിട്ടുണ്ടായിരുന്ന അവർക്ക് യൂട്യൂബിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ അധികം പ്രയാസമൊന്നും ഉണ്ടായില്ല. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബർ കൂടിയാണ് മലപ്പുറം താത്ത. എന്താണെങ്കിലും മലപ്പുറം താത്താൻ്റെ ജീവിതത്തിൽ ഇപ്പം സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ സംസാരിക്കണം. ഇത് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, താത്ത നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കളി, യൂട്യൂബാണോ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നം എന്നുള്ളത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങേറാകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായിക്കണ്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഇതിപ്പോ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട്. ഒരിക്കലല്ല യൂട്യൂബ് ഞങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യൂട്യൂബ് കൊണ്ട് ഇഞ്ച 2 കുടുംബത്തിനും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെ പറഞ്ഞ് മാറ്റി പല ആളുകളെ ഇടപെടലുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ്. അല്ലാതെ യൂട്യൂബ് ആണോ പ്രശ്നത്തിന് തുടക്കം, യൂട്യൂബ് കൊണ്ടാണോ ആ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നത് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മെച്ചേ ഉണ്ടായിട്ടുള്ളൂ. വേറെല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാ. പിന്നെ ചിലര് പറഞ്ഞു 3 മക്കളെ ഇട്ടെറിഞ്ഞാണ്ട് ഉത്തരവാദിത്തം ഇല്ലാതെ നിങ്ങൾ ഇറങ്ങിപ്പോന്നല്ലോ, നിങ്ങളെ സമ്മതിച്ചണം എന്നുള്ളത്. ഇഞ്ച കൽബ് ഇച്ചും പടച്ചവനെ അറിയുള്ളൂ. ഒരാളോടും തുറന്ന് കാട്ടി കൊടുത്തിട്ട് കാര്യമല്ല. ഇഞ്ഞോളം ഇഞ്ച മക്കളെ കാര്യത്തിൽ വിഷമം ദുനിയാവിൽ ആര് കൂട്ടി പിടിച്ചാലും ഇഞ്ച വേദന അത് ആർക്കും ഉണ്ടാവില്ല. അത് ഞാൻ എടുത്ത് പറയണമില്ല, അതടക്കട്ടെ. ഞാൻ ഇഞ്ച ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതുമല്ല, വല്ലായി ഒരിക്കലും ഇഞ്ച ഇഷ്ടത്തിന് ഇഞ്ച മക്കളെയും മാപ്പിളിനെ ഇട്ടുകാണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതല്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല ഞാൻ. ഇച്ച് ഇഞ്ച മാപ്പിളയും മക്കളുമാണ് വലുത്. പക്ഷെ ഇച്ച് പറ്റിയ പെടലെന്താന്നറിയോ, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോ മനസ്സലിവ് കൂടിപ്പോയി. അതാണ് ഇച്ച് വന്ന പാൾട്ട്. മലപ്പുറം താത്താന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, മേ ബി ഒരു 1, 2, 3 ആഴ്ചകൾക്ക് മുന്നേ അവര് ഭർത്താവിനോട് എന്തോ ചെറിയ സൗന്ദര്യപ്പിണക്കം കാരണം പിണങ്ങിയിട്ട് തന്റെ സ്വന്തം വീട്ടിലേക്ക് പോരുകയാണ്. ഉമ്മയാണ് അവരെ കൊണ്ടാക്കിയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. ഉമ്മ അവരെ കൊണ്ടുവരാൻ വന്നു എന്തൊക്കെ അങ്ങനെയൊക്കെ കേട്ടായിരുന്നു. അവരെന്നെ പറഞ്ഞതാണ്, മറ്റൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭർത്താവുമായിട്ട് എന്തൊക്കെയോ ഒരു ഇഷ്യൂസ് ഒക്കെയാണ്. അപ്പൊ മലപ്പുറം താത്താക്ക് മക്കളുണ്ട്, അവരും ഭർത്താവിനൊക്കെ വിട്ടാണ് ഇപ്പം തന്റെ സ്വന്തം വീട്ടിൽ പോയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിന് കാരണം യൂട്യൂബ് ആണോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻസ് വളരെ എളുപ്പമാണ്. ആളുകൾക്ക് പല രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഇത് അതായിരിക്കാൻ കാരണം, ഇതായിരിക്കാൻ കാരണം, അങ്ങനെ പല രീതിയിൽ ആളുകൾക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷന്റെ ഭാഗമായിട്ടായിരിക്കണം മലപ്പുറം താത്താൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നുണ്ട് യൂട്യൂബ് അല്ല സത്യത്തിൽ പ്രശ്നം എന്നുള്ളത്. നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ ഈ യൂട്യൂബിലെയും ഈ മലപ്പുറം താത്ത വന്നിട്ട്
ഈ ഞങ്ങൾ ഭർത്താവും ഞാനും തമ്മിൽ പ്രശ്നമാണ് എന്ന് അവരുടെ വ്ളോഗിലൂടെ ആളുകൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇവരൊരു ചർച്ചാ വിഷയമായത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വ്ളോഗേഴ്സിനുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഫാമിലി വ്ളോഗേഴ്സിനുള്ള പ്രശ്നം. ഇനിയിപ്പം മേ ബി അവർ നല്ല രീതിയിൽ മിണ്ടി ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാലും ആളുകളുടെ ഉള്ളിൽ ആ ഒരു കരടായിട്ട് അതുണ്ടാവും. മലപ്പുറം താത്തായും അവരുടെ ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടെ ഇഷ്യൂസ് ഉണ്ടാവുന്ന ആളുകളാണ്. അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, യൂട്യൂബ് ആണോ പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലുള്ള ചോദ്യങ്ങളും ആളുകളുടെ ഉള്ളിലേക്ക് വരും. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് അത്രയും ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാം. അതല്ലാതെ ഒരാളപ്പം ഇനിയിപ്പോൾ അവരെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഭർത്താവിനായിരിക്കും ചിലപ്പോൾ പല ആളുകളും കുറ്റപ്പെടുത്തുന്നുണ്ടാവുക, ചില ആളുകൾ ലൈലത്താത്താനായിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടാവുക. ഈ ഒരു ബ്ലാക്ക് മാർക്കിംഗ് അവരുടെ ലൈഫിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കമൻസ് ഒക്കെ വന്നോട്ടെ, അത് പറ്റുവാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. നമ്മളുടെ കയ്യിലാണല്ലോ കൺട്രോൾ ഉള്ളത്, അത് ഡിലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതല്ലാതെ ഈ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിന്നാലും, അതുപോലെ തന്നെ തൻ്റെ ജീവിതം പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും. ചിലപ്പോൾ 1-2 ആളുകൾക്കായിരിക്കും സംശയം ഉണ്ടാവുക. ആ സംശയം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾക്കായിരിക്കും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് കുറ്റപ്പെടുത്താനുണ്ടാവുക. അങ്ങനത്തെ ഒരു വലിയ കുഴിയിലേക്കും ചതിയിലേക്കും ഒക്കെയാണ് അത് പോവുക. അപ്പം യൂട്യൂബേഴ്സായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. പിന്നെ ആളുകളോടും പറയാനുള്ളത്, വ്ളോഗേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പറയുന്ന അത്ര അറിഞ്ഞാൽ മതി. കാരണം ആരുടെ ലൈഫ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എല്ലാവരുടെ ജീവിതത്തിൽ ഫ്ലോസ് ഉണ്ടാവും. അപ്പോൾ ഫ്ലോസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. കുടുംബമാകുമ്പോൾ അതിൽ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മലയാളികളുടെ ഒരു ശരാശരി മെൻറ്റാലിറ്റിയാണ് ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ചുഴിഞ്ഞു നോക്കി കാണുക എന്നുള്ളത്. അങ്ങനത്തെ സ്വഭാവത്തിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു നിന്നാൽ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും മലപ്പുറം താത്ത പറഞ്ഞു വെക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്, അത് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇഞ്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത്. അത് ആണായാലും പെണ്ണായാലും ജീവിതമാകുമ്പോ കുറെയൊക്കെ നമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് സീറോയിലാകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് പൈസ എൻ്റെ കജ്ജിലുണ്ട്. ഒരിക്കലുമില്ല. ഇച്ചിപ്പോ കടങ്ങളൊന്നുമില്ല. ഇഞ്ച ആവശ്യത്തിനല്ല പൈസ എൻ്റെ കജ്ജിലുണ്ട്. ഇഞ്ച സ്വന്തം കാര്യം ഞാൻ നോക്കി ജീവിച്ചിക്കുകയാണെങ്കിൽ എല്ലാം എൻ്റെ കജ്ജിന്റെ ഉള്ളനടിയിലുണ്ടായിരുന്നു. ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു. സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ ഇച്ച് പറ്റിയ പാട്ട് എന്താണെന്നറിയോ? സ്വന്തം കാര്യം നോക്കി ജീവിച്ചാനും കജൂല, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കണ്ടാല് കണ്ണ് ചിമ്പാനും കജൂല. മലപ്പുറത്താത്ത പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാല്, ആരെയും നമ്മൾ അമിതമായിട്ട് സഹായിക്കരുത് എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ് കേട്ടോ. തന്റെ സ്വന്തം കാര്യം നോക്കിയിട്ട് മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ വാപ്പ പിന്നെ ഭർത്താവ് മക്കള്, ഈ ഒരു സർക്കിളിനകത്ത് നമ്മൾക്ക് കടപ്പാടുള്ള ആളുകളെ നോക്കുക. അതിനുശേഷം നമ്മൾ സ്വയം സ്നേഹിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളെ പ്രയോറിറ്റൈസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവരെ നോക്കിയാൽ മതി. ഉമ്മ വാപ്പയ്ക്ക് എക്സെപ്ഷണൽ ആണ് കേട്ടോ. ഉമ്മ വാപ്പ ഭർത്താവ് ഇവരൊക്കെ എക്സെപ്ഷണലാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി. പക്ഷെ എന്നാലും നമ്മൾക്ക് ബാലൻസ് ബാക്കി വെക്കുന്നുണ്ടോ? കാശ് അധ്വാനിക്കുന്നത് നമുക്ക് ബാക്കി വെക്കുന്നുണ്ടോ? നമ്മളെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ബാക്കിയുള്ളവരെ നമ്മൾ ഊട്ടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർക്കൊക്കെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട വസ്ത്രം ഞാൻ ധരിക്കുന്നുണ്ടോ? എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുന്നുണ്ടോ? എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ പിന്നീട് ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, സമയം എനിക്കും വേണ്ടി കുറച്ച് മാറ്റി വെക്കാമായിരുന്നു, കാശ് എനിക്കും വേണ്ടി കുറച്ച് മാറ്റി വെക്കാമായിരുന്നു എന്നൊക്കെ പിന്നീട് തോന്നും. അപ്പം അങ്ങനെയുള്ള ഒരു പിന്നീടുള്ള ധാരണകളിലേക്കൊന്നും എത്തണ്ട. ഇപ്പം തന്നെ അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുക എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് സെൽഫിഷ് ആവണം എന്നല്ല. ആളുകളെ ശ്രദ്ധിക്കുന്നതിനിടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ടും ശ്രദ്ധ കുറച്ച് മാറ്റി വെക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.